ഹലോ ഹായ് അസ്സാം വലൈക്കും. റമദാനൊക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ റമദാൻ മാസമൊക്കെ ആണല്ലോ. മാത്രമല്ല നല്ല ചൂടും ഈ മാർച്ച് ടൈം അല്ലെങ്കിൽ ഇനിയിപ്പോൾ മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ നല്ല ചൂടൊക്കെ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം സമയത്തൊരു കാറ്റും മഴയും അങ്ങനെ അതും വരുന്നുണ്ട്. അപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കാണ് കേട്ടോ. മുടി പൊട്ടൽ, ഫ്രിസ്നെസ്, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളിപ്പം മുടിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ നോമ്പെടുത്തിട്ടിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ വെള്ളം കൂടി വളരെ കുറവായിരിക്കും. ഈ ക്ഷീണവും ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ആദ്യമേ കുറേ വെള്ളം അങ്ങോട്ട് കുടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല, ചിലപ്പോൾ കഴിക്കത്തില്ല. രാത്രി ഒന്നും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊന്നും ആരും വെള്ളം കുടിക്കത്തില്ല. പിന്നെ കുടിക്കുന്നത് സുബഹിക്ക്, അതായത് നോമ്പ് വെക്കുന്നതിന് തൊട്ട് മുന്നേ ആഹാരം കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമല്ലോ കുടിച്ചു. നമ്മുടെ ശരീരത്തൊക്കെ നമുക്ക് ഒരുപാട് ജലാംശം കുറവ് വരുന്നുണ്ട്. ഇതിപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് വളരെയധികം ക്ഷീണം ഉണ്ടായിരിക്കും. നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത് നോയമ്പായിക്കോട്ടെ അല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഫുഡ് രണ്ടാമത്തെ കാര്യം കേട്ടോ. നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടത് വെള്ളമാണ്. നമ്മൾ വളരെയധികം വെള്ളം കുടിക്കണം. പിന്നെ ഒരുപാട് പേരിങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതായത് ഹെയറിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഷോപ്പിൽ വരുന്നവരാണ് നമുക്ക് കൂടുതലും കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യം, ചിലർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടിക്ക് കുറേ കംപ്ലയിൻസും ആയിട്ട് വരുന്നവരായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നാച്ചുറലായിട്ടുള്ള അവരുടെ മുടിക്ക് തന്നെ ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നുണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട്, മുടി കൊഴിച്ചിൽ കൂടുതലുണ്ട്, ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം എനിക്കും ഉണ്ട്. ഇപ്പം നമുക്കിതിന് പ്രത്യേകിച്ച് ഒറ്റയടിക്ക് മാറാൻ പറ്റിയ ഒരു സൊല്യൂഷനുമില്ല. പിന്നെ കുറേയൊക്കെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ തിരക്ക് കാരണം ആർക്കും പ്രത്യേകിച്ച് കെയർ ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല. മിക്ക ആൾക്കാരും നമ്മളെപ്പോലുള്ള ഏതെങ്കിലും പാർലേഴ്സിലാണ് അവർ ചെന്നിട്ട് അവരുടെ എന്താ പറയുക ഹെയർ കെയർ, സ്കിൻ കെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഓടി എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും വരുന്നത്. ശരിക്കും നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കല്യാണത്തിന് ഒരുങ്ങുന്ന ഒരു ബ്രൈഡ് ആണെങ്കിൽ പോലും നമ്മൾ 2-3 ദിവസം മുന്നേ വന്നിട്ടൊരു ഫേഷ്യൽ ചെയ്യുന്നതിലല്ല അവരുടെ എന്താ പറയുന്നത്, അങ്ങനെയല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും നമുക്കൊരു പ്രത്യേക കാര്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ആ ഡ്രീം ഡേ, ആ ഡേയിലേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളതിനൊരു 3 months മുന്നേ തൊട്ടെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 3 മാസം മുന്നേ തൊട്ട് ബ്യൂട്ടി പാർലറിൽ വന്ന് താമസമാക്കുക എന്നുള്ളതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്കിൻ നോക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. അതായത് ഓറഞ്ച്, നെല്ലിക്ക, അങ്ങനത്തെ ഫ്രൂട്ട്സ് നമ്മുടെ ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ മുട്ട കഴിക്കണത്, ഡെയിലി മുട്ട കഴിക്കുക, അതൊക്കെ നമുക്ക് വളരെയധികം നല്ലൊരു നമ്മുടെ ഹെൽത്തിനെ നോക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു വരുന്നതിലോട്ട് കിടക്കാം. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് നമ്മുടെ മുടി കൊണ്ടാണ് കേട്ടോ. അതായത് ഈ ചൂടും വേർപ്പും കാരണം മുടിക്ക് വളരെയധികം ഡാമേജസ് സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പാർലറിൽ വരണമെന്ന് തന്നെ ഇല്ല, അല്ലാതെ തന്നെ നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡെയിലി പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടൊക്കെ കൂടുതലാകുമ്പോഴത്തേനും ഡെയിലി അല്ല, ഒരാഴ്ചയിൽ 3 തവണയെങ്കിലും നമ്മൾ ഈ അലോവേര ജെല്ലൊക്കെ ഉണ്ടല്ലോ, ഈ അലോവേര ജെല്ലൊക്കെ മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളത് വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു ഡീഹൈഡ്രേഷൻ നമ്മുടെ ഹെയറിന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും ഒക്കെ ഈ ഡ്രൈനെസ് ഒക്കെ കുറയും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഉലുവയും തൈരും തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ എടുത്തിട്ട് നമ്മൾ തൈര് ചേർത്ത് അരച്ച് നമ്മൾ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കൊരു നാച്ചുറൽ ഒരു സ്പാ പോലെ അത് പ്രവർത്തിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും മുടി പാർലറിലോട്ട് പോകണമെന്നൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ചെയ്യാം. ഇനി അതൊന്നും അല്ല, ഇതിനൊന്നും സമയമില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ പാർലറിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഹെയർ കെയറിനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യും. നമുക്ക് സ്കിൻ കെയറും ഹെയർ കെയറുമാണ് കേട്ടോ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പാർലറിലോട്ട് വന്ന് നമുക്ക് നമ്മുടെ സർവീസസും നമ്മളവർക്ക് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ മുടിയുടെ ഈ പ്രശ്നം ഈ ട്രീറ്റഡ് ഹെയർ ആണെങ്കിലും അല്ലാത്തവരും ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നാച്ചുറലായിട്ട് നമുക്കൊരു സിറമൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. ആ സിറത്തിന് നമുക്ക് എന്നൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലോവേര ജെല്ലിൽ ഒരു 2 സ്പൂൺ അലോവേര ജെല്ലും ഒരു 2 സ്പൂൺ റോസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതൊരു അതിനൊരു ക്രീമായിട്ടുള്ള ഒരു രൂപം വരും. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് അതിനകത്തൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളില്ലേ, അത് നമ്മുടെ മുടിക്ക് മിനുസവും തിളക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അത് ഇവിയോൺ ടാബ്ലറ്റ്സ് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. അതായത് ക്യാപ്സ്യൂൾ അത് അതിനകത്ത് ഒരെണ്ണം ഇതിനകത്തോട്ട് നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് കുറച്ച്
ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഇത് സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ നനവോടുകൂടി ഇതൊന്ന് സ്പ്രേ ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇത് നമ്മുടെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് മസാജ് കൊടുത്തിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ചൂടിലൊക്കെ നമ്മുടെ മുടിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ലെയറായിട്ട് ഇത് പ്രവർത്തിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതലായിട്ടുണ്ടാകും. അതുപോലെ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിച്ചിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കണ്ടീഷണർ യൂസ് ചെയ്യുക. ഈ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിക്ക് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു എന്താ പറയുന്നത് ഡാമേജിലോട്ട് നമ്മുടെ ഹെയറൊക്കെ പോവാണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പാർലറിലോട്ട് വന്നാൽ നമുക്ക് സർവീസ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിലും അധികം നമുക്ക് എന്താ പറയുന്നത് ഹെയർ കെയർ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഓടിച്ചാടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൂടുതൽ മുടിയിലോട്ട് ഡാമേജിൽ പോകാൻ പറ്റുന്ന ഒരു ടൈമല്ല നമ്മുടെ ഈ മാർച്ച് ഏപ്രിൽ മാസം കേട്ടോ. അപ്പം നമുക്ക് ആർക്കെങ്കിലും ഇൻ കേസ് ട്രീറ്റ്മെൻറ്റിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യും. പക്ഷേ ഇതിലും കൂടുതൽ നമ്മൾ ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഹെയർ കെയറിനാണ് നമുക്ക് ഈ ടൈമിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഹെയറും സ്കിന്നും കൂടുതലായിട്ടും കെയർ ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് എന്നതാ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല ഹെയർ സ്പാസ് അല്ലെങ്കിൽ ഫേഷ്യൽസ്, ക്ലീനപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്ത് നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യുകയാണ്. നമ്മുടെ സ്കിന്നും ഹെയറും നമ്മുടെ മൈൻഡും ഒക്കെ റിലാക്സ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. നമുക്കല്ലാണ്ട് നമുക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക സ്മൂത്തനിങ് അല്ലെങ്കിൽ ബോട്ടോക്സ് ഇങ്ങനത്തെ ടൈമൊക്കെ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ ടൈം കുറച്ചും കൂടെ നമുക്കൊരു ചെറിയൊരു മഴക്കാലം അങ്ങനത്തെ ഒരു ടൈമിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം ഈ ചൂടും കൊണ്ടാണ് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ കൂടുതൽ. തണുപ്പാണെങ്കിൽ നമുക്കത്ര പ്രശ്നമില്ലേ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മൾ മാർച്ച് മാസം, അതായത് നമ്മുടെ ഈ റമദാനിലെ പെരുന്നാളിൽ നമ്മൾ കുറേ ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ സർവീസിനും നമുക്കൊരു 50% ഈ സമയത്ത് നിങ്ങൾക്ക് ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എളുപ്പം വന്നോളൂ ഷാസ് ബ്യൂട്ടി സോണിലോട്ട്. താങ്ക് യു.